എന്റെ പൊന്നു മോളെ, ആകെയുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ മിന്നുകെട്ടാ. പ്ലീസ് പോവാ. ഇതാണ് ജാക്ലിൻ സെബാസ്റ്റ്യൻ. ക്യാരക്ടർ വഴിയെ പരിചയപ്പെടാം, പേര് മാത്രം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. എന്തോ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടോ? എങ്ങനെ? ചിലപ്പോ നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ഓക്കെ, ഞാൻ ആ വിവാഹത്തിന് വരുത്തില്ല. നീ അങ്ങ് പോയച്ചാ മതി. ഇതാണ് ജെയിൻ കാതറീന കുരിശെങ്കിൽ. പിന്നെ നമുക്ക് സ്വഭാവം, രീതി എല്ലാം നമുക്ക് വഴിയെ പരിചയപ്പെടാം. നല്ല വ്യക്തവും ശക്തമായിട്ട് സ്റ്റോറിക്കകത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നും കൂടെ അല്ല എന്നോട് ഇച്ചിരി ഒരു സ്നേഹമുണ്ട്. വാടി പിന്നെ നിന്നോട് മുടിഞ്ഞ സ്നേഹമാണ്. പിന്നെ അവൾ ചതിച്ചു. ഒരു കാര്യം പറയാം, ഞാൻ വരാം. ബട്ട് വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ ആണല്ലോ ഓക്കെ, കുഴപ്പമില്ല. നീ പറഞ്ഞോ, നീ പറയുന്നത് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ വേറൊന്നുമല്ല. ഈ കല്യാണം എന്തെങ്കിലും കാരണവശാൽ നടക്കാതെ വന്നു കഴിഞ്ഞാൽ നിനക്കും തരും അവക്കും തരും. നിനക്കായിരിക്കും ആദ്യം തരുന്നത്, പിന്നെ ഞാൻ അവൾക്ക് കൊടുക്കുള്ളൂ. പറയാൻ പറ്റില്ല. പിന്നെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അവൾ ഇപ്പോൾ യാതൊരു ബന്ധവും നിലവിലില്ല എന്ന് പറഞ്ഞ ഡേവിസ് വർഗീസ് ആ പള്ളിയുടെ ഏതെങ്കിലും കോമ്പൗണ്ടിലുണ്ടെങ്കിലും മോളെ എനിക്ക് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ കൺട്രോൾ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാലോ എന്നെ പിടിച്ചാൽ കിട്ടില്ലെന്ന്. എന്താണെന്ന് ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് എന്നെ കൊണ്ടുപോയി പോരെ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു കർത്താവേ, എനിക്കുള്ള കൂടി ഞാൻ തന്നെ വിട്ടാണോ ഈശ്വര, ഞാൻ പെട്ട. എന്താ മോളെ ജാക്ലിൻ സെബാസ്റ്റ്യൻ, എന്താ എന്റെ കണ്ടീഷൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കുകയാണോ, അതോ നിനക്കുള്ള വഴി നീ തന്നെ വെട്ടിയെന്നുള്ള കാര്യത്തിൽ പകച്ചു നിൽക്കുകയാണോ? രണ്ടും. പോട്ടടി, ഇങ്ങനെ അപ്പോഴേ പറയല്ലേ എന്റെ കണ്ടീഷൻസ് ഒന്നും നിനക്ക് എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല എന്ന്. അപ്പോ ഞാൻ ഈ മാരേജിന് വരണം മോൾസേ? വരണം, നീ വന്നേ പറ്റൂ ജെയിൻ. പ്ലീസ്, അവിടെ വെച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്റെ കൂടെ ഞാൻ നിൽക്കും. നീ എന്നെ അടിക്കുന്നെങ്കിൽ അടിച്ചോ, കൊന്നു, പക്ഷേ നീ എന്തായാലും വരണം. പ്ലീസ് വാ. എന്താ മോളെ തപ്പുന്ന ജാക്ലിൻ? ഡേവിസ് വന്നത് നോക്കാണ്. എന്തിനു ഞാൻ ഡേവിസിനെ നോക്കണം? ഞാനാണല്ലേ ചെറുക്കാൻ വരുന്ന നോക്കാരും. ഇത് ആചാരനല്ലേ? നീ എന്നും ബസ് സ്റ്റാൻഡിൽ അസലായിട്ട് വായി നോക്കുന്ന എന്താ പേരെന്തായിരുന്നു? പേര് ഞാൻ മറന്നുപോയി. പേരെന്തായിരുന്നു? ജോൺ എബ്രഹാം, ജെയ്സൺ എബ്രഹാമിന്റെയും എൽസ എബ്രഹാമിന്റെയും മൂത്ത മോൻ. ഭാഗ്യലമ്മിയെ, നീ പേടിക്കണ്ട. നീ വായി നോക്കിട്ടല്ലോ പേടിക്കണം. നിനക്ക് ഇഷ്ടമൊന്നുമില്ലായിരുന്നല്ലേ? അഥവാ ഇഷ്ടമുണ്ടെങ്കിലും തന്നെ ഇപ്പൊ പുള്ളി എന്താ നമ്മുടെ നിന്റെ ബെസ്റ്റി കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനാണെന്ന് നിൽക്കുന്നേ. കേട്ടില്ലോ? അല്ല നമ്മള് സ്ട്രോങ് ആയിട്ട് നോക്കൂ, എന്നിട്ട് സോങ് ചെയ്യും. പാട്ട് പറഞ്ഞു ശവത്തി കുത്താടി സാദ്രോഹിണി. എന്തിനാ ഇത്? കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് മണവാട്ടി വന്നു. അവൾ ആണ് സെലിൻ തോമസ്, നമ്മുടെ ജെയിൻ കാതറിൻ്റെയും ജാക്ലിൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട്. ബട്ട് ഒരു വർഷമായിട്ട് നമ്മുടെ സെലിനെ തീരെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ജെയിനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നല്ലേ? അത് വേറൊന്നുമല്ല. നമ്മുടെ സെലിൻ തോമസ് എന്ന നമ്മുടെ നായികമാരുടെ ബെസ്റ്റിക്ക് 5 വർഷമായി ഒരു പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അത് അവൾ നമ്മുടെ ജെയിനോടും ജാക്ലിനോടും പറഞ്ഞില്ല. അവർ അല്ലാതെ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉള്ളതിനെ പറ്റി അറിയുന്നത് തന്നെ. അതും അവളുടെ വായിൽ നിന്നല്ല, വേറൊരാളുടെ വായിൽ നിന്നും. അത് കേട്ട് ജെയിന് ആദ്യം നല്ലതായിട്ട് തിരിച്ചു കയറിയിരുന്നു. അവളൊന്നും മിണ്ടിയില്ല. അവസാനം കുറച്ച് വർഷങ്ങൾ കൂടി അവൾ പറയുമോ എന്ന് നോക്കാൻ അവർ വെയിറ്റ് ചെയ്തു. ബട്ട് അവളുടെ വായിൽ നിന്ന് കേട്ടില്ല. അവസാനം തോമസ്, അതായത് നമ്മുടെ സെലിൻ്റെ അച്ഛൻ തന്നെയാണ് ആ റിലേഷൻ കണ്ടുപിടിച്ചതും അതിനെപ്പറ്റിയുള്ള
എന്താ പ്രശ്നങ്ങൾ ഒരുപാട് ഫാമിലിയിൽ ഉണ്ടായിരുന്നു. ബട്ട് അപ്പോഴും സെലിൻ അവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചവൾ ഇപ്പോൾ എങ്ങനെ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് ജെയിനും വലിയൊരു ചോദ്യചിഹ്നമാണ്. അതാണ് ജെയിനും പേടി. ഈ കല്യാണം മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വന്നിരിക്കുന്നവർ അത്രയും പേരെ മുന്നിൽ വെച്ച് തന്നെ തോമസ്, അതായത് സെലിൻ്റെ പപ്പ നാണം കെടുമെന്നുള്ള കാര്യം ജെയിന് നല്ലവണ്ണം അറിയാം. പാലക്കൽ വീട്ടിൽ സെലിൻ തോമസ് എന്ന തനിക്ക് ഈ നിൽക്കുന്ന ഷോൺ എബ്രഹാമിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ സെലിൻ തോമസിന് സമ്മതമാണോ? സമ്മതമല്ല ഫാദർ. ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കി. താ നിൽക്കുന്നു സാക്ഷാൽ ഡേവിസ്. ജെയിൻ കാതറിനിക്ക് തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടില്ല. അവനെ കണ്ട മാത്രമേ തന്നെ പുള്ളിക്കാരുടെ മുഷ്ടിയൊക്കെ ചുരുട്ടി നല്ല വയലൻസിലോട് നിൽക്കുകയാണ്. അപ്പോഴാണ് ജാക്കുലിൻ അവളുടെ കൈ ജെയിൻ്റെ കൈയുമായി പിടിച്ച് അവൾ മുറുക്കി പിടിച്ചിരുന്നു. അവളെ പ്ലീസ് ജെയിൻ, നീ ഇവിടെ നിൽക്ക്, പ്ലീസ് ഒന്ന് നിൽക്കട അവിടെ. നമ്മുടെ ജെയിൻ ജാക്കുലിൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കൈകെട്ടി തന്നെ നിന്നു. ദേഷ്യമുണ്ടെങ്കിലും ജാക്കുലിൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ കുറച്ചു നേരത്തിന് ശാന്തയായി. പക്ഷേ ഡേവിസ് പറഞ്ഞു തുടങ്ങി, ഈ കല്യാണം നടക്കില്ല അച്ചു. ഇവിടെ നിൽക്കുന്ന നാട്ടുകാർക്കുൾപ്പെടെ വേണ്ട ഇവിടെ തന്തയ്ക്ക് വരെ എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യമായി. എന്നിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ കല്യാണം നടക്കില്ല. അവൾ ഒരാളെ അവളുടെ കഴുത്തിൽ ഒരാളുടെ മീന് വീഴുന്നുണ്ടെങ്കിൽ അത് ഈ ഡേവിസിന്റെ ആയിരിക്കും, ഡേവിസിന്റെ മാത്രം. അതെങ്ങനെയാ ഡേവിസ്? അതിന് അവളുടെ തന്ത എന്നുള്ള പദവിയിൽ നിൽക്കുന്ന എനിക്കൂടെ അവകാശമില്ലേ? ഞാനല്ലേ എൻ്റെ മോളെ ഏതവന് കെട്ടിച്ചു കൊടുക്കണം കെട്ടിച്ചു കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുക. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നാട്ടക്കില്ല. ഇപ്പോഴും എനിക്കത് മാത്രമേ പറയാനുള്ളൂ, നാട്ടക്കില്ല. എൻ്റെ മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ജോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. പ്ലീസ് അതിന് തടസ്സമായിട്ട് ഡേവിസ് നിൽക്കരുത്. പപ്പ എന്റെ ജീവിതം സെറ്റിലാക്കാനിരിക്കുന്നു. ബട്ട് ഒരു ഹാപ്പി ലൈഫ് എനിക്ക് ഉണ്ടാവുന്ന പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? മോളെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ട പപ്പേ, പപ്പയുടെ നല്ലതും ചീത്തയും എന്താ എനിക്കത്. ഡേവിസിനെ ഞാൻ കളഞ്ഞിട്ട് ഈ നിൽക്കുന്ന ജോൺ എബ്രഹാമിനെ വിവാഹം ചെയ്യണമെന്നായിരിക്കും പപ്പയുടെ നിർബന്ധം. പക്ഷെ അത് നടക്കില്ല പപ്പേ, എനിക്ക് ഡേവിസ് ഇല്ലാതെ പറ്റില്ല. ഓഹോ, എന്നാ എന്റെ പൊന്നുമോളോട് എനിക്കൊരു കാര്യം കൂടി ചോദിക്കണ്ട. നിനക്ക് ഞാനാണോ വലുത്, അതോ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇവനാണോ വലുത്? പപ്പേ, എനിക്ക് ഇന്നലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഡേവിസിനെ തന്നെയാണ് ഇഷ്ടം. ജീവിതകാലം മുഴുവനും പപ്പയോട് ജീവിക്കാൻ എനിക്ക് ഒക്കില്ലല്ലോ. ഞാൻ എന്റെയും കൂടെ ലൈഫ് സെറ്റിലാക്കണ്ടേ. എനിക്ക് ഡേവിസിനെ ഇഷ്ടമാണ്. ഞാൻ പപ്പേനോട് 100 വട്ടത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഇത്രയും ഒരു സ്റ്റേജ് വരെ കൊണ്ടെത്തിച്ചത് പപ്പയാണ്. ഓക്കെ, അത് അന്നേരം ഇതിനകത്ത് എന്തൊരു നാണങ്ങളിലായാലും പപ്പയ്ക്കാനാണ് എൻ്റെ ഉത്തരവാദിത്വം. മോളെ സെലിനെ, നീ ഈ പപ്പേനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്താൻ പോവാണോ? എന്നാ പൊക്കോടി. നിനക്ക് എന്നേക്കാൾ വലുത് ഇവൻ തന്നെയല്ലേ. പൊക്കോ നീ ഇവന്റെ കൂടെ. ഈ എനിക്കുണ്ടായ ഈ അപമാനത്തിന് ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്നെ വിശ്വസിച്ച് വന്ന ഇവനെ ഓർക്കുമ്പോഴാണ് വിഷമം. ഇവൻ എന്ത് തെറ്റ് ചെയ്തതാ? അവൻ ഇനി എന്താ മാനക്കേട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് മാത്രമല്ല മോളെ. പപ്പേ, ഞാൻ പറഞ്ഞതല്ല പപ്പേ, ഒരിക്കലും എനിക്ക് ഡേവിസിനെ വന്ന് വേറൊരാളെ വിവാഹം ചെയ്യാൻ പറ്റില്ല പപ്പേ. കാരണം ഐ ആം പ്രഗ്നന്റ്. സെലിൻ്റെ പപ്പ തോമസ് നെഞ്ചത്ത് കൈവച്ചു. എന്തോ ഒരു വയ്യാഴിക പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മോളെ എന്ന് വിളിക്കാൻ വന്ന മാത്രയിൽ തന്നെ അവളുടെ കരണത്ത് അടി വീണിരുന്നു. ജെയിൻ, നീ എന്നെ അടിച്ചല്ലേ? എന്ത് ധൈര്യം വേണ്ടിയിട്ടാണ് നീ എന്നെ അടിച്ചത്? മോളെ സെയിന്റ് തോമസേ, ഇതിനൊക്കെ ഞാൻ 5 വർഷം മുന്നേ ഉറപ്പിച്ചു വെച്ച അടിയാണ്. പക്ഷേ താറാതെ ചാൻസിലായിരുന്നു. നീ ഒന്ന് പ്രണയിച്ചെന്ന് പറഞ്ഞ് നിനക്കിട്ട് അടി തരുന്നത് ശരിയല്ലല്ലോ അല്ലേ? പക്ഷെ ഈ ബന്ധത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. ബട്ട് നീ ആദ്യമേ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ. നീ എന്താ കാണിച്ച്? ഞങ്ങളോട് പറയാതെ അവനെ രഹസ്യമായിട്ടങ്ങ് പ്രണയിച്ചു. പിന്നെ എന്ത് കാര്യത്തിന് ഞങ്ങൾ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ബട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും തോമസ് അപ്പാട് പറഞ്ഞിട്ട് എങ്ങനെയാണേലും നിന്നെ ഇവനെ കെട്ടിച്ചെടുത്തനെ. പക്ഷെ നീ അത് ചെയ്തില്ല.
നീ ഞങ്ങളിൽ നിന്ന് ഭയങ്കര രഹസ്യം ഒളിപ്പിച്ചു, പക്ഷെ ഞങ്ങൾ ആദ്യമേ അറിഞ്ഞു മോളെ. പിന്നെ ഒരു കാര്യം, അന്ന് ഞാൻ നിന്നെ അടിക്കാത്തത്, നീ ഒരാളെ പ്രണയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല മോളെ സെലിൻ. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ അന്ന് അടിക്കാത്തത്. പക്ഷെ നിന്നെ ഇന്നെന്തിനാ അടിച്ചത്? അന്ന് ഞാൻ ഉറപ്പിച്ച കാര്യം, നീ എങ്ങാണ് തോമസ് അപ്പായെ ഇവന്റെ പേര് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അടി എന്റെ ആയിരിക്കും. മോളെ ജയിനെ വേണ്ടടി, വിട്ടേരെ. അവൾ ജീവിച്ച് പൊക്കോട്ടെ. ഇനിയിപ്പോ നീ പറഞ്ഞതെന്ന് വെച്ച് അവള് മാറാനൊന്നും പോയില്ല, അവളുടെ അവളുടെ കുഞ്ഞു പോകാനും പോകില്ല. അതുകൊണ്ട് ഈ വെക്കുന്ന ഡിവീസിനെ തന്നെ എന്റെ മകൾ സെലിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. സെലിൻ തോമസിന് വളരെയധികം സന്തോഷമായി. ജെയിൻ കാതറിൻ്റെ മുന്നിൽ ജയിച്ചു എന്നൊരു അഹംഭാവം അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു. ജെയിൻ അത് മനസ്സിലാവുകയും അവളുടെ മുഷ്ടി ചുരുട്ടി അവളുടെ ദേഷ്യം മുഴുവൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിന്നിരുന്നു. ജാക്ലിൻ അവളുടെ പുറകിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലും അവൾ ഒന്നും പ്രതികരിക്കാതിരുന്നതും മിണ്ടാതിരുന്നതും. ഉടനെ തന്നെ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. തോമസേ, എന്റെ മോനെ ഈ കല്യാണം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോ നീയൊക്കെ കഴിയുകയാണല്ലേ? എന്റെ മോന് നാളെ ഒരു ഭാവി കാണുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താണ് പറയാ, കല്യാണ സ്പോട്ടിൽ വന്നിട്ട് പെൺകുട്ടി അവനെ ഇട്ടേച്ചു പോയി. അതേ കേക്കൂ. ഈ നാട്ടുകാരൊക്കെ തന്നെയല്ലേ, അവരൊക്കെ അതേ പറയൂ. തോമസിന്റെ തല ഉടനെ തന്നെ ജെയ്സന്റെ മുന്നിൽ കുനിഞ്ഞു. പക്ഷേ അത് കണ്ട ജെയിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ രൂക്ഷമായി ഒന്ന് സെലിനെ നോക്കിയതിന് ശേഷം ജെയ്സണോടായി അവൾ പറഞ്ഞു, ഇല്ല, ഈ കല്യാണം നടക്കും. എന്തൊക്കെയാണേലും തോമസ് അപ്പയുടെ തല കുനിയെ ഞാൻ സമ്മതിക്കില്ല. എന്നെ തോമസ് അപ്പ സ്വന്തം മോളെ പോലെ കാണുന്നത്. അന്നേരം ഒരിക്കലും തോമസ് അപ്പയുടെ തല കുനിയെ ഞാൻ സമ്മതിക്കില്ല. എന്റെ കൂട്ടുകാരി ജാക്ലിൻ കെട്ടും ജോണച്ചാച്ചനെ. പാവം നമ്മുടെ ജാക്ലിൻ ഒറ്റയടിക്ക് ഷോക്കായിപ്പോയി. അവൾ എന്തെന്നുള്ള രീതിയിലും ആര് കെട്ടുമെന്നുള്ള രീതിയിലും ജെയിനെ നോക്കി. പക്ഷേ ജെയിൻ കണ്ണടച്ച് കാണിച്ച് നിനക്കുള്ള എട്ടിൻ്റെ പണി ഇതാണെന്നുള്ള രീതിയിൽ ഒന്ന് നോക്കി. മോളെ ജാക്ലിനെ ഈ ജെയിൻ കാതറിനോട് കളിക്കുമ്പോഴേ ഇച്ചിരി സൂക്ഷിച്ച് കളിക്കണം. അപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാ. ജാക്ലിൻ, നീ കിട്ടു ജോണിനെ? പറ മോളെ. ജയ്സ, ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ ഇവരെ കാണുന്നത്. എന്റെ മോളെക്കാൾ വിശ്വസിക്കാം. പാവ നീ ജോണിന് എന്തുകൊണ്ടും എന്റെ മോളെക്കാൾ ജാക്ലിൻ ചേരും. അതാണെന്ന് തോന്നുന്നു വിധി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് ആരായാലും കുഴപ്പമില്ല. ജാക്ലിൻ ഇത്രയും പാവമാണെന്ന് പറയുകയാണെങ്കിൽ ജാക്ലിനെ തന്നെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാം. എനിക്ക് സമ്മതം. എന്റെ മോന്റെ കല്യാണം ഇപ്പൊ തന്നെ നടക്കണം. ഉടനെ തന്നെ ജാക്ലിൻ അവളുടെ പപ്പായെ നോക്കി. അവളുടെ പപ്പ മുന്നിലേക്ക് വന്ന് അവരോടായി പറഞ്ഞു, ഇനിയും ഇപ്പോ എനിക്ക് ഞാനെന്താ പറയണ്ടേ? എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. എന്റെ മോക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എന്റെ തോമസിന്റെ തല കുനിയാൻ ആരും സമ്മതിക്കില്ല, ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ മോളെ ജോണിന് വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. എനിക്ക് ജാക്ലിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണ്. ഉടനെ തന്നെ ജെയിൻ നമ്മുടെ ജാക്ലിനെ ഒരുക്കി, നന്നായി പൊളിയാക്കി ഒരുക്കി. പക്ഷേ വലിയ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ജാക്ലിൻ ആ ഒരുക്കിൽ കാണാൻ അടിപൊളിയായിരുന്നു. അവളെ കൊണ്ട് ജോണിൻ്റെ അരികിലായി നിർത്തി. ഉടനെ തന്നെ അച്ഛൻ ചോദിച്ചു, കുഞ്ഞാറ്റുമരിക്കൽ വീട്ടിൽ ജാക്ലിൻ സെബാസ്റ്റിന് ഈ നിൽക്കുന്ന ജോൺ എബ്രഹാമിന്റെ തന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് ഉടനെ തന്നെ ജെയിൻ കാലിനിട്ടൊരു തൊഴി കൊടുത്തു. ഉടനെ തന്നെ നമ്മുടെ ജാക്ലിൻ സമ്മതമാണോ അച്ഛൻ? കരിക്കണ്ടത്തിൽ വീട്ടിൽ ജോൺ എബ്രഹാമിന് ഈ നിൽക്കുന്ന ജാക്ലിൻ സെബാസ്റ്റിനെ തന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ് അച്ഛൻ. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. മിഴിനീര് പെയ്ത മാരിയിൽ കിടാതെ കാത്ത പുഞ്ചിരി,
ഭയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുടഞ്ഞകലെ പോയിടാം. കോപ്പ് ഈ സമയത്ത് ആരാ? ഈ നാറിക്ക് ഉറക്കമില്ലേ? ഹലോ, ഡിജൈനെ എനിക്ക് പേടിയാവണടി, ഞാൻ പോണില്ല റൂമിലേക്ക്. മര്യാദക്ക് പൊക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടും. എൻ്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് ഉറങ്ങണം. നീ ഒരു സ്മൂത്തായിട്ട് ചോണോട് കാര്യങ്ങൾ പറ. അതെന്താ പ്ലീസ്, എനിക്ക് ഉറക്കം വരണടി. ഞാൻ ഉറങ്ങട്ടെ, നീ എന്തായാലും റൂമിലേക്ക് പോ. ഞാനൊരു 10 ഉറക്കം കഴിഞ്ഞായിരുന്നു ശാപം വിളിച്ച് എണീപ്പിച്ചതാ. ഞാൻ ഉറങ്ങുക, നീ പോ, റൂമിലേക്ക് പോയാൽ മതി. ചോറായിട്ടോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അച്ചാച്ച, ഇത് എളുപ്പം നടന്നൊരു കല്യാണമാണെന്ന് എനിക്കറിയാം. അച്ചാച്ചന് എന്നെ വൈഫായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അച്ചാച്ച, ഞാൻ 1 വർഷം കഴിയുമ്പോൾ അച്ചാച്ചൻ ഡിവോഴ്സ് തന്നോളാം. അച്ചാച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ. അച്ചാച്ചൻ ബുദ്ധിമുട്ടി ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് കാണണ്ട. എനിക്ക് ഡിവോഴ്സ് ഒക്കെ തരാനൊക്കെ കൂടി. പിന്നെന്തിനാണ് നീ അന്തസ്സായിട്ട് എന്നും ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്നെ വായി നോക്കുന്നത്? ഞാൻ വിചാരിച്ചു അതിനുള്ള പ്രേമം കൊണ്ടായിരിക്കും. അപ്പൊ അതല്ലേ? അപ്പോ അച്ചാച്ചൻ അത് കാണാറുണ്ടോ? ശരിക്കും കാണാറുണ്ട്. നീ എന്താ വിചാരിച്ചേ? നീ വായി നോക്കുന്നത് ഞാൻ കാണുന്നില്ലതോ? എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് സമയമില്ലാത്ത സമയത്ത് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അറിയോ, ഒരു വട്ടം വന്നപ്പോഴും ഞാൻ നിന്നെ കണ്ടതാ. പിന്നെ എനിക്കൊരു ചെറിയ ഇഷ്ടം തോന്നി, ഞാൻ നിന്നെ കാണാൻ എന്നും വരുമായിരുന്നു. ബട്ട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് ചിന്തിച്ചതാ. ബട്ട് ആ സമയത്താ നിന്റെ കൂട്ടുകാരുടെ കല്യാണാലോചനയും കൊണ്ട് എൻ്റെ അപ്പം വന്നത്. പിന്നെ കുറെ സെന്റി ഡയലോഗ്സ് ഞാൻ പിന്നെ എൻ്റെ അപ്പനോട് ഓക്കെ പറഞ്ഞു സെലിനെ കേട്ടാൻ. ബട്ട് എൻ്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ എനിക്ക് തന്നെ കിട്ടി. അതിന് ഞാൻ ജെയിനോടൊരു 100 വട്ടം നന്ദി പറയട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ പക്കച്ച് നിൽക്കുന്ന ജാക്കുലിനെ നമ്മുടെ ജോൺ കൊട്ടി വിളിച്ചിട്ട് വെച്ച്, ഇനി നിനക്ക് എനിക്ക് ഡിവോഴ്സ് പറഞ്ഞാൽ തന്നാട്ടോ. ഞാൻ വിചാരിച്ചു നിനക്ക് എന്നെ ഇഷ്ടമായിരിക്കുമെന്ന്, അതുകൊണ്ടായിരിക്കും കല്യാണത്തിന് എടുപ്പെന്ന് എസ് പറഞ്ഞതെന്ന്. അപ്പോ എന്താ തോമസ് അപ്പയുടെ തല കുനിയാതിരിക്കാൻ വേണ്ടിയാണോ മക്കളുടെ കൂടെ അങ്ങനെ പറഞ്ഞേ? അയ്യോ അല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എളുപ്പം ഇത് കേട്ടപ്പോ ഒരുമാതിരി നിങ്ങളെന്നെ ശ്രദ്ധിക്കുമോ പോലും ഞാൻ വിചാരിച്ചതല്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ കലാപരിപാടികൾ നമുക്ക് തുടങ്ങിയാൽ അത് പിന്നെ മാതാശ്രീ ആൻഡ് പിതാശ്രീ, എന്താണ് പരിപാടി? പിന്നെ എന്റെ ബെസ്റ്റ് എന്ത്? ഓ വന്നോ? വാ മോളെ ജയനെ, ഒരുപാട് പണി കിടപ്പുണ്ട് വൈകിട്ടത്തെ ഫംഗ്ഷന് വേണ്ടിട്ട്. വരൂ വരൂ വരൂ. ഞാനാരാ വേലക്കാരിയാ? പിന്നെ എനിക്കൊന്നും വയ്യ. ജെയിൻ, യുനോ വേലക്കാരിയായിരുന്നാലും നീ en മോഹവല്ലി. വാടിയോടെ ബ്ലഡി ഗ്രാമാസി, ഈ സമയത്ത് ഇതാരാ? മാതാശ്രീ, ഞാൻ നടന്നോളാം. Who are you? താനാരാ? എന്റെ വീട്ടിൽ കയറി നിന്നിട്ട് എന്നോട് ചോദിക്കുന്നു നീ ആരാന്ന്. അല്ല, നീ ഏതാടി? വെയിറ്റ്. ജോൺ എബ്രഹാമിന്റെ അനിയൻ എഡ്വിഡ് എബ്രഹാം, ഐ ആം റൈറ്റ്? നോ, ജെയ്സൺ എബ്രഹാമിന്റെ ഇളയ മകൻ. പോരെ, മാറിക്കങ്ങോട്ട്. ആ പോകുന്ന പൊക്കിലങ്ങ് എറിഞ്ഞു കിട്ടാലോ? വേണ്ട, അല്ല ഇന്നത്തെ ഫംഗ്ഷൻ കുളമാവും. ഞാൻ കാരണം ഒന്നും കുളവത്തിനോട്. രാവിലത്തെ ഫുഡ് സൈഡായിരുന്നു. മമ്മിജി ആൻഡ് പിതാശ്രീ, വാട്ട് ആർ യു ഡൂയിങ്? ഓ, പറഞ്ഞ പോലെ ഫംഗ്ഷൻ ഒക്കെ ആണല്ലോ. ഹൈ മൈ ഡിയർ ബ്രദർ, എന്താണ്? ഓ, കല്യാണമൊക്കെ കഴിച്ച് കൊച്ചു കള്ളൻ. കുഴപ്പമില്ല, എനിക്ക് കല്യാണം കൂടാൻ പറ്റിയില്ല. ഫംഗ്ഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ ഇതേതാണ് ഈ കുരിപ്പ്? ആരടാ നിന്റെ കുരിപ്പ്? നിന്റെ മറ്റവളെ പോയി വിളിച്ചോട്ടോ. യു ബ്ലഡി, ഒന്നും പറയുന്നില്ല. ഏതാമ്മ ഈ ഈനാമ്പിച്ചിക്കും മരപ്പട്ടിക്കും ഉണ്ടായ സാധനം? മരപ്പട്ടി, ഞാൻ എന്ത് സഹിക്കും? എന്റെ വീട്ടുകാരെയോ എന്റെ അപ്പനെയോ അമ്മയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല. നീ പിന്നെ ഭിത്തിയിൽ ഒട്ടിയിരിക്കും കേട്ടല്ലോ.
ഓഹോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നീ എന്നെ ഭിത്തിയിലൊട്ടിക്കാനൊക്കെ ആയായിരുന്നു. മോളെ ജെയിനെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ നീ വന്നേ. അവനാണെങ്കിൽ നല്ല ടെമ്പർ തെറ്റിയിരിക്കുക. നീ വന്നേ. അവര് മാത്രമല്ല, എനിക്കും ടെമ്പർ തെറ്റിയിരിക്കുക. ആ കാലം വന്ന് കേറിയപ്പോ തൊട്ട് തുടങ്ങിയതാ. നീ കാന്താരി അവിടെ അടങ്ങിയിരുന്നോ, അല്ലെങ്കിൽ നിന്റെ വലിച്ചു കയറി കിട്ടി കേട്ടു. കാന്താരിന്റെ മറ്റവള്. മിക്കവാറും നീ കലിപ്പന്റെ കാന്താരി ആവാതെ ഇങ്ങോട്ട് വന്നേ വേണ്ടേ. വാ. അയ്യേ, എനിക്കിതിന്റെ കാന്താരി എന്നാ നീ വന്നേ. വാ വാ, നമുക്ക് കൊറേ പരിപാടിയുണ്ട്. ഇത് ഏതാടാ ഈ സാധനം? എവിടുന്ന് കെട്ടിയെടുത്തതാ? അത് നിന്റെ ഏട്ടത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ വെറും ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. എത്രയോ ബെസ്റ്റ് ചേർക്കാവോ അത്രയും ബെസ്റ്റ് നീ ചേർത്തോ. അവളുമാര് എന്താ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പോയ ജെയിൻ ഗ്യാദറിന്റെ ഇല്ലേ, അവൾ ഒറ്റ എഴുതി കാരണം നിന്റെ ഏട്ടത്തി ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ജെയിൻ ഗ്യാദറിന കാന്താരിയ തൊട്ടാ ചെലപ്പോ ഇരിക്കും. വേണ്ട. എടാ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതായിട്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസം കടന്നു പോകുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ എഡ്വിഡും ജെയിനും ഫ്രണ്ട്സ് ആയെന്ന് വിചാരിച്ച നമുക്ക് തെറ്റി. അവർ തമ്മിൽ കണ്ട കീരിയും പാമ്പാണ്. അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ബട്ട് എഡ്വിഡ് ഇത് ഒരു തമാശയായിട്ട് എടുക്കുമെങ്കിലും ജെയിൻ അത് അത്ര തമാശയായിട്ട് എടുക്കാറില്ല. പുള്ളിക്കാരി ഭയങ്കര സീരിയസ് ആണെന്നേ. എങ്ങനെ വളയുവോ എന്തോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ എഡ്വിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ജെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലെല്ലാം കൂടെ കൂടി സംസാരിക്കില്ലേ, അതുപോലെ ഇന്ന് സംസാരിക്കുകയാണ്. മോനെ എഡ്വിഡേ, നിന്റെ ചേട്ടന്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞു. ഇനി നീയും കെട്ടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. പിതാജി എന്നെ ഇപ്പോഴേ കെട്ടിക്കാന്ന് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുതരാം. ഞാനൊന്നുകൂടെ അമേരിക്കയിലിട്ട് പോയിട്ടൊക്കെ വന്നിട്ട് കെട്ടിയാ പോരെ. വേണ്ട, നീ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നീ എന്ന് പോയതാ, ഇപ്പോഴല്ലേ ലാൻഡ് ചെയ്യുന്നേ. ഇനി അടുത്ത 5 വർഷം കൂടെ കഴിഞ്ഞ് നോക്കിയാ പോരെ. നീ എന്തായാലും കെട്ടിയിട്ട് ഇനി അമേരിക്കയിലോട്ട് പോയാൽ മതി. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ബട്ട് എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യണ്ട. അതിനെന്താടാ, നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ നീ കെട്ടിക്കോ. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നീ എന്തെങ്കിലും കല്യാണം കഴിച്ചിട്ട് ഇനി അമേരിക്കയിലേക്ക് പോവാവൂ. പിന്നെ ആരെങ്കിലും നീ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിന്റെ പറച്ചിലെടുത്ത് ആരെയോ കണ്ടുപിടിച്ച മട്ടാണല്ലോ. ഓയ് ജെയിൻ ഗ്യാദറിന, പോവാണോ? ആ, ഞാൻ പോവാ. എന്നെ മമ്മി വിളിച്ചായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലാന്. ഞാൻ നോക്കട്ടെ, നാളെ മറ്റന്നാളോ വരാം. അയ്യോടെ പോവല്ലേ. എടോ, എൻ്റെ കൂടെ ഈവനിങ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ ഞാൻ. അപ്പോ തൻ്റെ ഒരു സപ്പോർട്ടോട് ഉണ്ടെങ്കിൽ താൻ ഫ്രീ ആണോ? പറഞ്ഞു കേട്ടില്ല, വൈകിട്ട് ഫ്രീ ആണോ പോലും. ഞാൻ എന്തോരം അവനെ സ്നേഹിച്ചതാ. ദൈവമേ, അവന് എന്നെ ചിലപ്പോൾ അങ്ങനെ കണ്ടു കാണത്തില്ല. എന്തായാലും എനിക്ക് വയ്യ അവൻ വേറൊരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യുന്ന കാണാൻ. ഞാൻ വൈകിട്ട് ഫ്രീ അല്ല. സോറി എഡ്വിഡ്, താൻ ഒറ്റയ്ക്ക് പോയി പ്രപ്പോസ് ചെയ്തോ. അത് പിന്നെ ഞാൻ വരും. എന്റെ പൊന്നു കാന്താരല്ലേ, വരില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. നമ്മളമ്മ എപ്പോഴും അടിയാണെങ്കിലും നീ എന്റെ മൈഡിയുടെ കാന്താരല്ലേ. ഞാൻ വരാം. അങ്ങനെ നമ്മുടെ എഡ്വിയും ജെയിൻ ഗ്യാദറിനെയും ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതും ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു. അവൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. അവളെ കണ്ടതും ജെയിൻ ഇവരെന്നെ മാറി തിരിഞ്ഞു നോക്കി. അവർ ഇച്ചിരി അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ജെയിന് ഇതൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ജെയിന് നല്ല സങ്കടമാവുന്നുണ്ടായിരുന്നു. ജെയിൻ ഇതൊന്നും പുറത്ത് കാണിക്കാതെ അവിടെ നിന്നു. എഡ്വി കൂടെ ജെയിനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എഡ്വി ജെയിൻ്റെ അടുത്തേക്ക് വന്നു. അവളെന്ത് പറഞ്ഞു? അവള് ഓക്കെ പറഞ്ഞു? അവള് ഓക്കെ പറഞ്ഞു. ഉടനെ തന്നെ നടത്തണമെന്നും പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ ജെയിൻ്റെ മനസ്സിൽ 1000 കത്തി കുത്തിയിറക്കുന്ന ഫീലായിരുന്നു. അവൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് തന്നെ പിടിച്ചു. അവൾ ഇത്രയും ആഗ്രഹിച്ചുള്ളൂ, എഡ്വിഡ് ഹാപ്പി ആയിരിക്കണം. ഒരിക്കലും അവനോട് തോന്നിയ ഇഷ്ടം അവൻ അറിയരുത്. അതൊക്കെ വിചാരിച്ച് തന്നെ അവൾ അവളുടെ സങ്കടത്തെ ഒതുക്കി നിർത്തി അവൻ്റെ മുന്നിൽ ചിരിച്ചു കാട്ടി. പക്ഷേ ഇതെല്ലാം എഡ്വിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എഡ്വി അവളോടായി പറഞ്ഞു തുടങ്ങി. ഒരു കാര്യം പറയട്ടെ, എനിക്ക് അമേരിക്കയിലെ എന്റെ തുണി കഴുകാൻ എനിക്കൊരു പെണ്ണിനെ വേണം. പോരുന്നു എൻ്റെ കൂടെ? എന്തോന്ന് തുണി കഴുകേ? ഞാൻ എന്താ ഉദ്ദേശിച്ചേ? എടോ, എന്റെ തുണി, മേരാ തുണി
കയ്യിൽ ഒരു പെണ്ണിനെ വേണം. ഇപ്പോൾ ആ പോസ്റ്റിൽ ആരും ഇല്ലല്ലോ, അപ്പോ അവിടേക്ക് വരുന്നോന്ന് ചോദിച്ചോളൂ. എന്തടോ ഇത്? താൻ എന്നെ കളിയാക്കുകയാണോ അതോ സീരിയസ് ആയിട്ട്? എന്താ ഇത്? എന്റെ പൊന്നു പൊട്ടി പെണ്ണെ, എന്റെ ഭാര്യയായിട്ട് വന്നിട്ട് എന്റെ തുണി കഴുകി തരാണെന്ന് ഞാൻ ചോദിച്ചോളൂ, അല്ലാതെ വേറൊന്നും ഞാൻ ചോദിച്ചില്ല. ഒന്ന് മനസ്സിലാക്കടോ. നീ എന്നെ ശരിക്കും പ്രപ്പോസ് ചെയ്തതാണോ? അതും ഈ രീതിയിൽ? അയ്യേ, ഈ ലോകത്തിലെ ഏറ്റവും ദുരന്തം പിടിച്ച പ്രപ്പോസൽ ഇതായിരിക്കും. ഇയാളൊരു റിപ്ലൈ തന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ അപ്പനോടൊന്ന് പറഞ്ഞിട്ടേ നിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാൻ ഈ ജെയിൻ കാതറിനെ എനിക്കിങ്ങ് കെട്ടിച്ചേരുമെന്ന്. അന്നാ നാളെ തന്നെ പോന്നേരം അപ്പനെയും കൊണ്ട് എന്നെ പെണ്ണെ ചോദിക്കാൻ, അല്ലെങ്കിൽ വേറെ വല്ലവന്മാരെ കൊത്തിക്കൊണ്ട് പോകും. അതെന്തായാലും നടക്കത്തില്ല. ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ സ്വഭാവത്തിനോട് പ്രേമിക്കോ നിന്നെ? പട്ടി. എഡ്വി, ഐ ലവ് യു. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്നോട് അടി ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്കറിയില്ല, നിന്നോടൊരിക്കലും പ്രണയം തോന്നില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് തോന്നിപ്പോയടാ, സോറി. പിന്നെ എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ അവളെ പ്രപ്പോസ് ചെയ്യുന്ന പോവാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ നെഞ്ച് എന്തോരം വിങ്ങുന്നുണ്ടെന്നറിയോ? നിന്റെ ഹാപ്പിയാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ എന്നെക്കാളെ ഇഷ്ടമായിരുന്നെങ്കിലും ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഞാൻ തടസ്സമായിട്ട് വരില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയാ. എന്തുകൊണ്ടും നീ എൻ്റെ ആണല്ലോ. ഐ ലവ് യു മൈ ഡിയർ കാന്താരി. ഐ ലവ് യു ടു മൈ കലിപ്പൻ. ജെയിൻ, ഐ വാണ്ട് യു കിസ് യു. യെസ് എഡ്വി, ഞാൻ നിന്റെ മാത്രം, നിനക്ക് വേണ്ടി മാത്രം.